ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു വെനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയും എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാനിന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ലഞ്ചിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊള്ളു ഉപ്പേരിയും ഒരു കൊള്ളു ചാറുമാണ് കാണിക്കുന്നത്. ഇത് എൻ്റെ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കൊള്ളുചാറും കൊള്ളു ഉപ്പേരിയും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അപ്പോൾ വരൂ, നമുക്ക് കാണാം വെരി സിമ്പിൾ ആയിട്ടുള്ള കൊള്ളുചാറും കൊള്ളുപ്പേരിയും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഇത് രണ്ടിനും കൂടിയിട്ടുള്ളതാണ് കേട്ടോളൂ. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് സവോളയും കൂടിയിട്ട് ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഇനി തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് മുതിര, 1.5 കപ്പോളം, വലിയ കപ്പിനുള്ള 1.5 കപ്പോളം മുതിര കുതിർത്ത് വെച്ചതിനെ സാധാരണ പോലെ വെള്ളമൊഴിച്ച് ഞാൻ 6 വിസിൽ കൊടുത്ത് വേവിച്ചിട്ട് ആ 6 വിസിൽ കൊടുത്ത് വേവിച്ച മുതിരേനെ ഞാൻ വാർത്ത് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ട് വാർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കൊള്ളു ചാറുണ്ടാക്കാം. കൊള്ള അല്ലെങ്കിൽ മുതിരച്ചാറ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, കരിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഞാൻ ചെറുപയർ കൊണ്ടും ചെയ്യാറുണ്ട്, കടല കൊണ്ടും ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ എടുത്തിട്ടുള്ള ആ കൊഴുത്ത ചാറുണ്ടല്ലോ, ആ കൊഴുത്ത ചാറിനെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലൊന്നും വേണ്ട, അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ ചോപ്പറിലാക്കി വെച്ചിട്ടില്ലേ, അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി കിടന്ന് തിളക്കട്ടെ. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കൊള്ളുപ്പേരി ഉണ്ടാക്കാം, മുതിരുപ്പേരി ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയോ ജീരകമോ ഒന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ സവോളയും വെളുത്തുള്ളി കുറേ നിങ്ങൾക്ക് കാണാം, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇടുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്ലാതെ വേറെ ഒരു മസാലയില്ല, ഒരു തേങ്ങയില്ല, ജീരകമില്ല, ആർഭാടുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പുറത്ത് വളരെ ചെറിയ ഫ്ലെയിമിൽ ഞാൻ മുതിര ചാറ് ആവാൻ ചട്ടിയിൽ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ മുതിര ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അത് ആ ആവിയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് ആവട്ടെ. അത് കഴിയുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുതിര ഉപ്പേരിയും മുതിരച്ചാറും റെഡി ആയിരിക്കും. ഈ സമയം കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് മുതിര ഉപ്പേരിയും കിട്ടും. എന്നിട്ട് നിങ്ങളുടെ മുതിരച്ചാറ് ഇങ്ങനെ കട്ടിക്ക് കൊഴുക്കനെയുള്ള രീതിയിൽ കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ്. പ്ലേറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് വശം, ഒരു മാക്സിമം ഹാഫും കൂടി കടന്നിട്ട് വേണം എന്ന് പറയാം, അത്രയും ഞാൻ മുതിര ഉപ്പേരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ സൈഡിലേക്ക് മാത്രമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചോറ് എടുക്കുന്നത്. എപ്പോഴും ആ 1.5 കൈയിലേ അതിലേക്ക് വരാറുള്ളൂ. ഇതിൽ കൂടെ തന്നെ ഞാൻ മുതിരയുടെ ആ ഒരു നമ്മൾ കുറുകിയിട്ടുള്ള ആ ചാറും കൂടിയിട്ട് ഒഴിക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് മക്കളെ. ഇതിലൊരു പുളിയില്ല, ഒന്നുമില്ല, എന്നാലും ഹെൽത്ത് ബെനിഫിറ്റ് സൂപ്പറാണ്. അപ്പോൾ മക്കളെ, നമുക്ക് ഉണ്ടാലോ? ഓക്കെ, അപ്പോൾ പ്ലേറ്റിൻ്റെ പകുതിയോളം ഞാൻ കൊള്ളെടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ലേശ അച്ചാർ എടുത്തിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ബാങ് ഓൺ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ ഇത് അച്ഛയ്ക്കും ഭയങ്കര ഇഷ്ടം. അപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കും. നമ്മൾ ഇതുപോലെ തന്നെ അമ്മ ഉണ്ടാക്കില്ല, ഞാൻ ചെറുപയറുണ്ടാക്കും. സെയിം മെത്തേഡ്. വെളിച്ചെണ്ണയിൽ മൂത്തിരിക്കണം ഉള്ളിയും വെളുത്തുള്ളിയും. സൂപ്പർ.
ചൂടോടെ കഴിക്കുമ്പോഴുള്ള സുഖം പറയാൻ ഒരു ആർഭാടും ഇല്ല അല്ലേ. ചില കൂട്ടാനൊക്കെ അങ്ങനെയാണ്, അതിൻ്റെ ഫ്ലേവർ തന്നെ മതി. ഞാൻ ഈ കൊള്ള് അല്ലെങ്കിൽ മുതിര തലേ ദിവസം രാത്രി കുതിർത്തിട്ടു. എന്നിട്ട് രാവിലെ ഒരു 6-7 വിസിൽ കൊടുത്തു. ചൂടോടെ കഴിക്കുമ്പോഴേ വിശർത്തിട്ട്, എന്നാലും എനിക്ക് ഇങ്ങനെ ഇഷ്ടം. കുറച്ച് ചൂടാറിയിട്ട് കഴിച്ചാൽ മതി. ഒരു വീട്ടിലും അങ്ങനെ തന്നെയാണ് ഞാൻ. ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ്. എനിക്കങ്ങനെ വീടും ഉച്ചനേരവും എനിക്കിങ്ങനെ ഓർമ്മ വരിക. ഇതുണ്ടെങ്കിൽ ഞാൻ രാത്രിയും വീട്ടിൽ ചോറേ ഉണ്ണു. അങ്ങനെയായിരുന്നു ഞാൻ. കൊള്ളിച്ചാറ് കുറേയൊന്നും ഉണ്ടാവില്ല, ആ കൊള്ളു വെന്തത് അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത്തിരി മതി ആ എഫക്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം. ഒരിത്തിരി ചാറ് എന്ന് പറയില്ലേ, ഇങ്ങനെ കുളിപ്പിച്ചിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത്രേ കിട്ടൂ, കൂടുതലൊന്നും നമുക്ക് കിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് മുന്നേക്ക് കിച്ചൂന് രാത്രി ഇൻ കേസ് കണ്ണേട്ടം വന്ന് കഴിക്കുകയാണെങ്കിൽ ധാരാളം മതി, അത്രയും മതി. അടിപൊളി. അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഞാനിനി കുറച്ച് സമയം എടുത്തിട്ട് കഴിക്കുള്ളൂ, ബിക്കോസ് പതുക്കെ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കണം. വീണ്ടും നമുക്ക് കാണാം. ദൈവമേ, ഹേസി എടുത്തേ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. വീണ്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.